പാകിസ്ഥാൻ-അഫ്ഗാനിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി തുർക്കിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടുവെന്ന് സൂചന. ചർച്ച പൂർത്തിയായെന്നും ഇനി സംസാരമില്ല എന്നുമായിരുന്നു പാക് വിദേശകാര്യമന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണം. ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധം ആരംഭിക്കും എന്നായിരുന്നു ആസിഫ് ഇന്നലെ ഭീഷണി മുഴക്കിയത്. അതേസമയം പാകിസ്ഥാന്റെ ഭീഷണി സന്ദേശങ്ങളോട് അഫ്ഗാനിസ്ഥാൻ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല. അഫ്ഗാനിസ്ഥാന്റെ വശത്തു നിന്നും വെടിനിർത്തൽ ലംഘനമോ പ്രകടനമോ ഉണ്ടായാൽ യുദ്ധത്തിന് പാകിസ്ഥാൻ മടിക്കില്ലെന്നും അതിർത്തിയിലെ സമാധാനം അഫ്ഗാനിസ്ഥാന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്നും ജിയോ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ആസിഫ് വ്യക്തമാക്കി. അതേസമയം ഇരുപക്ഷവും വെടിനിർത്തൽ തുടരാൻ തീരുമാനിച്ചു എന്നായിരുന്നു തുർക്കി നേരത്തെ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. സമാധാനം നിലനിർത്താനും വെടിനിർത്തൽ ലംഘിക്കുന്ന രാജ്യത്തിനെതിരെ പിഴ ചുമത്താനും തീരുമാനിച്ചുവെന്നും ഇസ്താംബുൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2021 ദോഹ സമാധാന ഉടമ്പടി അനുസരിച്ച് ഭീകരാക്രമണം ചെറുക്കുന്നതിനായുള്ള നടപടികൾ താലിബാന് വീഴ്ച സംഭവിച്ചുവെന്ന നിലപാടിലാണ് പാകിസ്ഥാൻ. സമാധാനവും സുസ്ഥിരതയുമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയതെന്നും സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ നിലകൊള്ളുമെന്നും രാജ്യാന്തര വാർത്താ ഏജൻസിയായ എപിക്ക് നൽകിയ അഭിമുഖത്തിൽ പാക് വിദേശകാര്യ വക്താവ് പറഞ്ഞു. അഫ്ഗാനിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള താലിബാന്റെ നടപടികളെ അംഗീകരിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താലിബാൻ മന്ത്രി ആമിർ ഖാൻ മുത്വഖിയുടെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് പാക് അഫ്ഗാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായത്. കാബൂളിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നാരോപിച്ചുകൊണ്ടാണ് താലിബാൻ പാക് പോസ്റ്റുകൾ ആക്രമിച്ചത്. തിരിച്ചടിയിൽ 58 പാക് സൈനികരെ വധിച്ചുവെന്ന് താലിബാൻ അവകാശപ്പെട്ടു. ഇതിൽ 23 സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തത്. പിന്നാലെ വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ കടുത്ത വ്യോമാക്രമണം പാകിസ്ഥാൻ നടത്തി. ഇതിൽ 10 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇന്ത്യ താലിബാനെ മുൻനിർത്തിക്കൊണ്ട് നിഴൽ യുദ്ധം നടത്തുകയാണെന്ന ആരോപണവും ഇതിനിടയിൽ പാകിസ്ഥാൻ ഉയർത്തി. എന്നാൽ ഇന്ത്യ ഇത്തരം വാദങ്ങളെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയിൽ നിന്ന് കണക്കിന് തിരിച്ചടി കിട്ടിയതോടെ സൈനിക തലത്തിൽ കാര്യമായ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഇതിനായി ഇന്ത്യയുടെ രീതികൾ തന്നെയാണ് പാകിസ്ഥാൻ കോപ്പിയടിക്കുന്നത് എന്നതാണ് ഏറെ കൗതുകം നിറഞ്ഞ കാര്യം. 3 സേനകൾക്കുമായി ഏകീകൃത കമാൻഡറെ നിയമിക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സേനയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇനിയും തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയ മാറ്റങ്ങൾക്ക് ഇപ്പോൾ ഒരുങ്ങുന്നത്. കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ പദവിയാണ് ഉൾപ്പെടുത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി ഭരണഘടനാ ഭേദഗതിയും ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് പാക് പത്രമായ ദി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സമീപകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടായ യുദ്ധ സാഹചര്യങ്ങളിൽ നിന്ന് പീഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നത്. ആധുനിക യുദ്ധത്തിൽ സേനയുടെ സംയോജിത പ്രവർത്തനത്തിന്റെ ആവശ്യകത വളരെയേറെയുമാണ്. അതിനാലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സൈന്യത്തിനായി കൂടുതൽ അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായി ഉണ്ടായ 4 ദിവസത്തെ സംഘർഷത്തിൽ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ചുവെന്ന് പാക് സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടർ ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി ഒരു അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ 7 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ടെന്നും തങ്ങളുടെ ഒരു വിമാനം പോലും തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അഭിമുഖത്തിൽ അഹമ്മദ് ഷെരീഫ് അവകാശപ്പെട്ടു. പാകിസ്ഥാനിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ സൈന്യത്തിന് കൂടുതൽ അധികാരം നൽകുകയാണ്. പാകിസ്ഥാനിൽ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതിന് ഇടയിലാണ് ഈ പുതിയ നീക്കം. 27ാമത് ഭരണഘടനാ ഭേദഗതി ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഷഹബാസ് ഷെരീഫ് സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സായുധസേനാ മേധാവിയെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ ഭേദഗതിയിലുണ്ട് എന്നാണ് സൂചന. പുതിയ ഭേദഗതിയിലൂടെ അസീം മുനീർ പാക് രാഷ്ട്രീയത്തിൽ കൂടുതൽ പിടിമുറുക്കും എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശകർക്ക് ആശങ്കയുള്ളത്. സൈന്യം നേരിട്ട് ഭരണം നടത്തിയ ചരിത്രം, മാറി മാറി വന്ന സർക്കാരുകളിലുള്ള സ്വാധീനം, ദേശീയ സുരക്ഷയിലും സമ്പദ് വ്യവസ്ഥയിലുമുള്ള സൈന്യത്തിന്റെ ഇടപെടൽ എന്നിവയെല്ലാമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ. 27ാമത് ഭരണഘടനാ ഭേദഗതിക്ക് പിന്തുണ തേടി സർക്കാർ തന്നെ സമീപിച്ചതായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി തലവൻ ബിലാവൽ ഭൂട്ടോ സർദാരി ട്വീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഭരണഘടനയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ആരംഭിച്ചത്. പാക് ഉപ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ പാകിസ്ഥാൻ പാർലമെന്റിന്റെ ഉപരിസഭയായ സെനറ്ററിൽ സംസാരിക്കവേ ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. തീർച്ചയായും സർക്കാർ അത് കൊണ്ടുവരും. 27ാമത് ഭേദഗതി വരും, ഉടൻ വരും. തത്വങ്ങൾക്കും നിയമങ്ങൾക്കും ഭരണഘടനകൾക്കും അനുസൃതമായി അത് അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭരണഘടന മാറ്റാൻ സർക്കാർ ശ്രമിക്കുമെന്ന പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് പാർട്ടിയുടെ ആശങ്കകൾ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.